ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കിരൺ ശങ്കർ. പ്രധാന വാർത്തകൾ. ലോക്സഭയിൽ ഉണ്ടായ സുരക്ഷാ വീഴ്ചയെ ജനാധിപത്യ വിശ്വാസികളായ എല്ലാവരും അപലപിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സുരക്ഷാ വീഴ്ചയും എംപിമാരുടെ സസ്പെൻഷനും ചൂണ്ടിക്കാട്ടി പാർലമെന്റിന്റെ ഇരുസഭകളിലും പ്രതിപക്ഷ പ്രതിഷേധം. സഭാ നടപടികൾ തടസ്സപ്പെട്ടു. രാജ്യത്ത് കോവിഡ് കേസുകൾ ഉയരുന്ന സാഹചര്യത്തിൽ സംസ്ഥാനങ്ങൾ ജാഗ്രത വർദ്ധിപ്പിക്കണമെന്ന് കേന്ദ്ര സർക്കാർ. 2047 ഇന്ത്യയെ വികസിത രാജ്യമാക്കി മാറ്റുന്നതിനായി മൈ യുവഭാരത് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ചേരണമെന്ന് യുവാക്കളോട് ആഹ്വാനം ചെയ്ത് കേന്ദ്രമന്ത്രി അനുരാഗ് സിംഗ് ഠാക്കൂർ. തമിഴ്നാട്ടിലെ തെക്കൻ പ്രദേശങ്ങളിൽ കനത്ത മഴ തുടരുന്നു. നീരൊഴുക്ക് കുറഞ്ഞതിനെ തുടർന്ന് മുല്ലപ്പെരിയാർ അണക്കെട്ട് ഇന്ന് തുറക്കില്ലെന്ന് തമിഴ്നാട്. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 2ാം മത്സരം ഇന്ന്. വാർത്തകൾ വിശദമായി. പാർലമെന്റിലുണ്ടായ സുരക്ഷാ വീഴ്ചയെ ജനാധിപത്യ വിശ്വാസികളായ എല്ലാവരും അപലപിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ BJP പാർലമെന്ററി പാർട്ടി യോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. തന്റെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുകയാണ് പ്രതിപക്ഷ പാർട്ടികളുടെ കൂട്ടായ്മ ലക്ഷ്യമിടുന്നതെന്നും രാജ്യത്തിന്റെ ശോഭന ഭാവിയാണ് BJPയുടെ ലക്ഷ്യമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അടുത്തിടെയുണ്ടായ പരാജയമാണ് പാർലമെന്റ് നടപടികൾ തടസ്സപ്പെടുത്താൻ പ്രതിപക്ഷത്തിന് പ്രേരകമാവുന്നതെന്നും ശ്രീ മോദി വിമർശിച്ചു. പാർലമെന്റ് സുരക്ഷാ വീഴ്ചയെ പിന്തുണയ്ക്കുന്നത് സുരക്ഷാ ലംഘനം പോലെ തന്നെ അപകടകരമാണെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം പാർലമെന്റ് സുരക്ഷാ വീഴ്ച, പ്രതിപക്ഷ എംപിമാരുടെ സസ്പെൻഷൻ എന്നിവ ചൂണ്ടിക്കാട്ടി പാർലമെന്റ് സമുച്ചയത്തിൽ പ്രതിപക്ഷം ഇന്ന് പ്രതിഷേധം നടത്തി. കോൺഗ്രസ്, DMK, തൃണമൂൽ, ഇടത് അംഗങ്ങളും RJD, JDU, സമാജ്വാദി ഉൾപ്പെടെയുള്ള കക്ഷികളും പ്രതിഷേധത്തിൽ പങ്കെടുത്തു. എംപിമാരുടെ സസ്പെൻഷൻ ജനാധിപത്യത്തിന് ഭൂഷണമല്ലെന്ന് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞു. INDIA പ്രതിപക്ഷ സഖ്യകക്ഷി നേതാക്കളും പ്രതിഷേധം സംബന്ധിച്ച തുടർ പദ്ധതികൾ ചർച്ച ചെയ്യാൻ ഇന്ന് യോഗം ചേർന്നു. പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളിലും നടപടികൾ തടസ്സപ്പെട്ടു. സുരക്ഷാ വീഴ്ചയും എംപിമാരുടെ സസ്പെൻഷനും ചൂണ്ടിക്കാട്ടിയാണ് പ്രതിപക്ഷ പ്രതിഷേധം. ഇരുസഭകളിലും നടപടികൾ 2 മണിവരെ നിർത്തിവച്ചിരിക്കുകയാണ്. ലോക്സഭയിൽ നിന്ന് 33 പ്രതിപക്ഷ എംപിമാരെയും രാജ്യസഭയിൽ നിന്ന് 45 പേരെയുമാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. സ്മാർട്ട് ഇന്ത്യ ഹാക്കത്തോൺ 2023 ഗ്രാൻഡ് ഫിനാലെയിൽ പങ്കെടുക്കുന്നവരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വീഡിയോ കോൺഫറൻസിംഗിലൂടെ സംവദിക്കും. ഈ മാസം 23 വരെ നടക്കുന്ന ഗ്രാൻഡ് ഫിനാലെയിൽ 1282 ടീമുകളാണ് പങ്കെടുക്കുന്നത്. 44,000 ടീമുകളിൽ നിന്നായി 54,000-ലധികം ആശയങ്ങളാണ് ഈ വർഷം ഹാക്കത്തോണിൽ ലഭിച്ചത്. രാജ്യത്തുടനീളമുള്ള 48 നോഡൽ കേന്ദ്രങ്ങളിലാണ് ഗ്രാൻഡ് ഫിനാലെ നടക്കുന്നത്. ബഹിരാകാശ സാങ്കേതിക വിദ്യ, സ്മാർട്ട് എഡ്യൂക്കേഷൻ, ദുരന്ത നിവാരണം, റോബോട്ടിക്സ് ആൻഡ് ഡ്രോൺസ് എന്നിവയുൾപ്പെടെ വിവിധ വിഷയങ്ങളാണ് പരിഹാര നിർദ്ദേശത്തിനായി ഗ്രാൻഡ് ഫിനാലെയിൽ പരിഗണിക്കുന്നത്. കേരളം ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളിൽ കോവിഡ് കേസുകൾ ഉയരുന്ന സാഹചര്യത്തിൽ സംസ്ഥാനങ്ങൾ ജാഗ്രത വർദ്ധിപ്പിക്കണമെന്ന് കേന്ദ്ര സർക്കാർ. കൊറോണ വൈറസിന്റെ JN1 വകഭേദം രാജ്യത്ത് ആദ്യമായി കേരളത്തിൽ റിപ്പോർട്ട് ചെയ്ത പശ്ചാത്തലത്തിൽ കൂടിയാണ് കേന്ദ്ര മുന്നറിയിപ്പ്. ഇൻഫ്ലുവൻസ കേസുകളും ശ്വാസകോശ സംബന്ധമായ രോഗബാധയും ജില്ലാതലത്തിൽ നിരീക്ഷിച്ച് റിപ്പോർട്ട് ചെയ്യണമെന്നും സംസ്ഥാനങ്ങൾക്ക് നൽകിയ നിർദ്ദേശങ്ങളിൽ കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി വ്യക്തമാക്കി. സ്ഥിതിഗതികൾ വിലയിരുത്താൻ കേന്ദ്ര സംസ്ഥാന ആരോഗ്യമന്ത്രിമാരുടെ യോഗം നാളെ വിളിച്ചിട്ടുണ്ട്. അതിനിടെ സംസ്ഥാനത്ത് 115 കോവിഡ് കേസുകൾ കൂടി സ്ഥിരീകരിച്ചതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. 2047 ഇന്ത്യയെ വികസിത രാജ്യമാക്കി മാറ്റുന്നതിനായി മൈ യുവഭാരത് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ചേരാൻ രാജ്യത്തെ യുവാക്കളോട് കേന്ദ്രമന്ത്രി അനുരാഗ് സിംഗ് ഠാക്കൂർ ആഹ്വാനം ചെയ്തു. ഈ ലക്ഷ്യം കൈവരിക്കുന്നതിൽ രാജ്യത്തെ യുവാക്കൾക്ക് വലിയ പങ്കാണ് വഹിക്കാനുള്ളതെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ചരിത്രപരമായ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിലൂടെ ലോകവേദിയിൽ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഇന്ത്യ പുതിയ സ്വത്വം നിർമ്മിച്ചതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാഴ്ചപ്പാടുകൾ സാക്ഷാത്കരിക്കാനായി എല്ലാ ഇന്ത്യക്കാരും പങ്കുചേരണമെന്നും കേന്ദ്രമന്ത്രി അഭ്യർത്ഥിച്ചു. രാജ്യത്തെ പ്രത്യക്ഷ നികുതി വരുമാനത്തിൽ ഈ സാമ്പത്തിക വർഷം 17% വളർച്ച രേഖപ്പെടുത്തിയതായി കേന്ദ്ര ധനമന്ത്രാലയം. 15,90,500 കോടി രൂപയാണ് റീഫണ്ടുകൾ ക്രമീകരിക്കുന്നതിന് മുമ്പുള്ള നികുതി വരുമാനം. മുൻ വർഷം ഇത് 13,63,000 കോടി രൂപയായിരുന്നു. ഈ മാസം 17 വരെയുള്ള പ്രത്യക്ഷ നികുതി വരുമാനത്തിൽ 20.66%, മുൻകൂർ നികുതി വരുമാനത്തിൽ 19.94% വളർച്ചയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെന്നും മന്ത്രാലയം വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്.
കൂടുതൽ വാർത്തകൾക്കായി @All India Radio News തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. കേന്ദ്ര സർക്കാരിന്റെ വികസിത് ഭാരത് സങ്കല്പ യാത്ര കേരളത്തിലെ എല്ലാ ജില്ലകളിലും പുരോഗമിക്കുകയാണ്. കേന്ദ്ര പദ്ധതികൾ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതിനൊപ്പം ഉജ്ജ്വൽ യോജനയുടെ ഭാഗമായ സൌജന്യ പാചകവാതക കണക്ഷൻ വിതരണം, കാർഷികാവശ്യങ്ങൾക്കായുള്ള ഡ്രോൺ പരിചയപ്പെടുത്തൽ, ആധാർ സേവനങ്ങൾ തുടങ്ങി നിരവധി പരിപാടികൾ മേളയുടെ ഭാഗമായി നടക്കുന്നു. പാലക്കാട് ജില്ലയിലെ നഗരപ്രദേശങ്ങളിലൂടെയുള്ള വികസിത് ഭാരത് സങ്കല്പ യാത്രയെക്കുറിച്ച് ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്. ചെർപ്പളശ്ശേരി, മണ്ണാർക്കാട് നഗരസഭകളിൽ പര്യടനം പൂർത്തിയാക്കിയ വികസിത് ഭാരത് സങ്കല്പ യാത്ര ഇന്ന് ചിറ്റൂർ, തത്തമംഗലം നഗരസഭകളിലാണ് പര്യടനം നടത്തുന്നത്. വരും ദിവസങ്ങളിൽ ഒറ്റപ്പാലം, ഷൊർണൂർ, പട്ടാമ്പി, പാലക്കാട് നഗരസഭകളിലെ വ്യത്യസ്ത പ്രദേശങ്ങളിൽ പര്യടനം നടത്തും. നഗര കേന്ദ്രീകൃത വികസന പദ്ധതികളെക്കുറിച്ചുള്ള ബോധവൽക്കരണമാണ് നഗരപ്രദേശം കേന്ദ്രീകരിച്ചുള്ള വികസിത് ഭാരത് സങ്കല്പ യാത്രയുടെ ഭാഗമായി സംഘടിപ്പിച്ചിരിക്കുന്നത്. ജില്ലയിലെ ഗ്രാമപ്രദേശങ്ങളിലൂടെയുള്ള വികസിത് ഭാരത് സങ്കല്പ യാത്ര 50-ലധികം പഞ്ചായത്തുകളിൽ പര്യടനം പൂർത്തിയാക്കി. അടുത്ത മാസം 10-ാം തീയതി വരെ ജില്ലയിലെ പര്യടനം തുടരും. കേരള സർക്കാരിന്റെ നവകേരള സദസ്സ് ഇന്ന് കൊല്ലം ജില്ലയിൽ പര്യടനം നടത്തുന്നു. കരുനാഗപ്പള്ളി H&J മാൾ ഗ്രൌണ്ടിൽ നവകേരള സദസ്സ് പുരോഗമിക്കുകയാണ്. ചവറ KMML ഗ്രൌണ്ട്, കുണ്ടറ സെറാമിക്സ് ഗ്രൌണ്ട് എന്നിവിടങ്ങളിലും ഇന്ന് സദസ്സ് നടക്കും. ഇന്നത്തെ അവസാന സദസ്സ് ആശ്രാമം പ്രശാന്തി ഗാർഡൻസ് ഗ്രൌണ്ടിൽ നടക്കും. തമിഴ്നാട്ടിലെ തെക്കൻ പ്രദേശങ്ങളിൽ കനത്ത മഴ തുടരുന്നു. തൂത്തുക്കുടി, തിരുനെൽവേലി, കന്യാകുമാരി, തെങ്കാശി ജില്ലകളിലാണ് മഴ പ്രധാനമായും നാശം വിതച്ചത്. പ്രളയഭീതി നിലനിൽക്കുന്ന മേഖലകളിൽ കേന്ദ്ര, സംസ്ഥാന ദുരന്ത നിവാരണ സേനകൾ രക്ഷാപ്രവർത്തനം ആരംഭിച്ചതായി അധികൃതർ അറിയിച്ചു. മഴയെ തുടർന്ന് 12,000-ലധികം ആളുകളെ വിവിധ ക്യാമ്പുകളിലായി പുനരധിവസിപ്പിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. രക്ഷാപ്രവർത്തനങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ അറിയിച്ചു. നാളെ തൂത്തുക്കുടി, തിരുനെൽവേലി ജില്ലകൾ സന്ദർശിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മുല്ലപ്പെരിയാർ അണക്കെട്ട് ഇന്ന് തുറക്കില്ല. വൃഷ്ടിപ്രദേശത്ത് മഴ ശമിച്ചതിനാൽ അണക്കെട്ടിലേക്കുള്ള നീരൊഴുക്ക് കുറഞ്ഞതിനെ തുടർന്നാണ് തീരുമാനം. ജലനിരപ്പ് റൂൾ കർവിനോടടുത്തതിനെ തുടർന്ന് ഇന്ന് രാവിലെ 10-ന് അണക്കെട്ടിലെ ഷട്ടർ തുറക്കുമെന്ന് തമിഴ്നാട് നേരത്തെ അറിയിച്ചിരുന്നു. പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം 31-ന് ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവെക്കും. മൻ കി ബാത്തിന്റെ 108-ാം പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പൊതുജനങ്ങൾക്ക് ഈ മാസം 29 വരെ പങ്കുവെക്കാം. ഫിറ്റ് ഇന്ത്യ സംരംഭവുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ ഇത്തവണ മൻ കി ബാത്തിലൂടെ പങ്കുവെക്കുമെന്ന് പ്രധാനമന്ത്രി സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. ഹെൽത്ത് സ്റ്റാർട്ടപ്പുകൾ, ഇന്ത്യൻ വ്യായാമ രീതികൾ, പോഷക സംബന്ധമായ അറിവുകൾ എന്നിവ പങ്കുവെക്കാൻ പ്രധാനമന്ത്രി ജനങ്ങളെ ക്ഷണിച്ചു. ചെറുധാന്യ ഭക്ഷണങ്ങൾ, പരമ്പരാഗത വിഭവങ്ങൾ, യോഗ, ധ്യാനം എന്നിവയെക്കുറിച്ച് മൻ കി ബാത്തിലൂടെ അറിവുകൾ പങ്കുവെക്കാമെന്നും ശ്രീ മോദി പറഞ്ഞു. ഇന്ന് ഗോവ വിമോചന ദിനം. ഗോവയുടെ വിമോചന പോരാട്ടത്തിൽ ജീവൻ വെടിഞ്ഞ ധീര രക്തസാക്ഷികൾക്ക് രാഷ്ട്രപതി ദ്രൗപദി മുർമു പ്രണാമം അർപ്പിച്ചു. 1961-ൽ പോർച്ചുഗീസ് ഭരണത്തിൽ നിന്ന് ഗോവയെ മോചിപ്പിച്ചതിന്റെ സ്മരണയ്ക്കാണ് ഡിസംബർ 19 ഗോവ വിമോചന ദിനമായി ആഘോഷിക്കുന്നത്. ഒരു ജനതയുടെ പ്രതിരോധത്തിന്റെയും നീതിക്ക് വേണ്ടിയുള്ള അശ്രാന്ത പരിശ്രമത്തിന്റെയും പ്രതീകമാണ് ഈ ദിനമെന്ന് ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള ആശംസാ സന്ദേശത്തിൽ അറിയിച്ചു. വയനാട് സുൽത്താൻ ബത്തേരി, വാഗേരി, കൂടല്ലൂർ കോളനി കവലയ്ക്ക് സമീപം തോട്ടത്തിൽ വനം വകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ കുടുങ്ങിയ നരഭോജി കടുവയെ രാത്രി വൈകി വയനാട് വൈൽഡ് ലൈഫ് വാർഡന്റെ കാര്യാലയ വളപ്പിലേക്ക് മാറ്റി. മുഖത്തടക്കം പരിക്കുള്ള കടുവയെ മതിയായ ചികിത്സ നൽകിയ ശേഷം തൃശൂർ മൃഗശാലയിലേക്ക് മാറ്റുമെന്ന് വനം ഉദ്യോഗസ്ഥർ ജനപ്രതിനിധികൾക്ക് ഉറപ്പു നൽകി. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 2ാം മത്സരം ഇന്ന് കെബർഹയിലെ സെന്റ് ജോർജ് പാർക്കിൽ നടക്കും. ഇന്ത്യൻ സമയം വൈകിട്ട് 4:30-നാണ് കളി ആരംഭിക്കുക. 3 കളികളുള്ള പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ത്യ 8 വിക്കറ്റിന് വിജയിച്ചിരുന്നു. ഇന്നത്തെ മത്സരം കൂടി ജയിക്കാനായാൽ ഇന്ത്യയ്ക്ക് പരമ്പര സ്വന്തമാക്കാം. ചൈനയിൽ 6.2 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 116ആയി. 230ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഗാൻസു, കിങ്ഹായ് പ്രവിശ്യകളിൽ ഇന്നലെ രാത്രിയോടെയാണ് ഭൂകമ്പമുണ്ടായത്. 105 മരണവും ഗാൻസു മേഖലയിലാണ് സംഭവിച്ചതെന്ന് ഷിൻഹുവ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. ചെങ്കടലിൽ കപ്പലുകൾക്കെതിരെ നടക്കുന്ന ഹൂതി ആക്രമണം ചെറുക്കുന്നതിനായി ബഹുരാഷ്ട്ര കൂട്ടായ്മ രൂപീകരിച്ചതായി അമേരിക്ക അറിയിച്ചു. ബ്രിട്ടൻ, ഫ്രാൻസ്, ബഹ്റൈൻ, ഇറ്റലി ഉൾപ്പെടെയുള്ള 10 രാജ്യങ്ങളാണ് സഖ്യത്തിലുള്ളത്. സഞ്ചാര സ്വാതന്ത്ര്യമെന്ന അടിസ്ഥാന തത്വം ഉയർത്തിപ്പിടിക്കുന്ന രാജ്യങ്ങൾ കൂട്ടായ്മയിൽ പങ്കാളികളാകണമെന്ന് US പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. ലോക്സഭയിലുണ്ടായ സുരക്ഷാ വീഴ്ചയെ ജനാധിപത്യ വിശ്വാസികളായ എല്ലാവരും അപലപിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സുരക്ഷാ വീഴ്ചയും MPമാരുടെ സസ്പെൻഷനും ചൂണ്ടിക്കാട്ടി പാർലമെന്റിന്റെ ഇരുസഭകളിലും പ്രതിപക്ഷ പ്രതിഷേധം. സഭാ നടപടികൾ തടസ്സപ്പെട്ടു. രാജ്യത്ത് കോവിഡ് കേസുകൾ ഉയരുന്ന സാഹചര്യത്തിൽ സംസ്ഥാനങ്ങൾ ജാഗ്രത വർദ്ധിപ്പിക്കണമെന്ന് കേന്ദ്ര സർക്കാർ.
2047 ഇന്ത്യയെ വികസിത രാജ്യമാക്കി മാറ്റുന്നതിനായി മൈ യുവഭാരത് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ചേരണമെന്ന് യുവാക്കളോട് ആഹ്വാനം ചെയ്ത് കേന്ദ്രമന്ത്രി അനുരാഗ് സിംഗ് ഠാക്കൂർ. തമിഴ്നാട്ടിലെ തെക്കൻ പ്രദേശങ്ങളിൽ കനത്ത മഴ തുടരുന്നു. നീരൊഴുക്ക് കുറഞ്ഞതിനെ തുടർന്ന് മുല്ലപ്പെരിയാർ അണക്കെട്ട് ഇന്ന് തുറക്കില്ലെന്ന് തമിഴ്നാട്. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 2ാം മത്സരം ഇന്ന്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.